I told you there are three factors which determine atmospheric pressure. The first one is altitude. ആദ്യത്തെയാണെന്ത് altitude. The atmospheric pressure decreases with altitude. ഉയരം കൂടുന്തോറും altitude means height. atmospheric pressure ഡിക്രീസ് ചെയ്യുന്നു അന്തരീക്ഷത്തിന് മുകളിലേക്ക് പോകുന്തോറും. The pressure decreases at the rate of 1 millibar per 10 meter. 1 millibar ആണ്. 10 മീറ്റർ മുകളിലേക്ക് പോകുന്തോറും the pressure will decrease. അതിൻ്റെ മെഷർമെൻറ്റ് വാല്യൂ ആണ് പറയുന്നത് 1 millibar per an altitude of 10 meters. As one goes up, ഒരാൾ മുകളിലേക്ക് പോകുന്തോറും there is a decrease in atmospheric pressure. atmospheric pressure കുറഞ്ഞു വരുന്നു. എന്തുകൊണ്ടാണത്? ഡ്യൂ ടു ദ റാരിഫിക്കേഷൻ ഓഫ് എയർ വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. ഒരാൾ മുകളിലേക്ക് കയറിപ്പോകണം. മുകളിലേക്ക് പോകുന്തോറും ഈസ് ഫേസിങ് സോ മെനി ഡിഫിക്കൽട്ടീസ്. നമുക്കറിയാം, നമ്മളെല്ലാം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, പ്ലേസസിലേക്ക്, കൊടൈക്കനാൽ, ഊട്ടി, നിങ്ങൾ പലരും പോയിട്ടുണ്ടാവും. യു ഹാവ് ഫെൽറ്റ് ഇയർ ക്ലോഗ്സ്. നമുക്ക് ചെവി അടപ്പ് ഉണ്ടാവും, ഇയർ ക്ലോഗ് ഉണ്ടാവും. സം ഓഫ് ദം ഹാവ് വൊമിറ്റിംഗ് ടെൻഡൻസി. ചില ആളുകൾ വൊമിറ്റ് ചെയ്യും. ഇപ്പോൾ ഊട്ടിയോ കൊടൈക്കനാലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ഛർദ്ദിക്കും, ചില ആളുകൾ ചെവി അടയുന്ന പോലെ തോന്നും. വൈ ദിസ് കുഡ് ബി ഹാപ്പൻ? ദിസ് ഈസ് ഡ്യൂ ടു ദ ലോ പ്രഷർ ഇൻ ദീസ് റീജിയൻ. അപ്പോൾ മുകളിലേക്ക് പോകുന്തോറും, അത് രണ്ടും ഉയർന്ന പ്രദേശങ്ങളിലാണ്, പ്രഷർ അവിടെ ലോ ആണ്. ആ വേരിയേഷൻ കോസസ് ദിസ് ടൈപ്പ് ഓഫ് ഫിസിക്കൽ പ്രോബ്ലം. ആ വേരിയേഷനാണ് ഇത്തരം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വെൻ ഹൈറ്റ് ഇൻക്രീസസ്, അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിക്രീസസ്. ദർ ഈസ് എ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പുസ്തകത്തിലെ വാക്ക് കൊടുത്തിട്ടുണ്ട്, വിപരീത അനുപാതമാണ്. വെൻ ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസസ്, atmospheric pressure decreases. When altitude decreases, atmospheric pressure increases. There is a negative relationship, or we call it as inversely proportional. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും. So this is the first factor which determine atmospheric pressure. The first one is altitude. That determine the atmospheric pressure. When altitude increases, atmospheric pressure decreases. ഇതിന് പുറമെ temperature and humidity. The next factor which determine atmospheric pressure is temperature. ഊഷ്മാവാണ്. ഇവിടെ ഓൾട്ടിറ്റ്യൂഡും അറ്റ്മോസ്ഫിയർ പ്രഷറും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നുണ്ട്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് പറയും. ദ സെക്കൻഡ് ഫാക്ടർ ഈസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇവിടെ നിങ്ങൾ നോക്കുക, ലൈക്ക് എനി അതർ ഒബ്ജക്റ്റ്. ഇവിടെ വായു ഇങ്ങനെ ചൂടായി മുകളിലേക്ക് പൊന്തുകയാണ്. ലൈക്ക് എനി അതർ ഒബ്ജക്റ്റ്, എയർ ഓൾസോ എക്സ്പാൻഡ് വെൻ ഇറ്റ് ഹീറ്റഡ്. മറ്റെല്ലാ വസ്തുക്കളും പോലെ എയറും എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നു. ചൂടാകുമ്പോൾ വെള്ളം തിളയ്ക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, വാട്ടർ എക്സ്പാൻഡ് ചെയ്യപ്പെടുകയാണ്. ഇതേപോലെ ലൈക്ക് ദാറ്റ് എയർ ഓൾസോ എക്സ്പാൻഡ് വെൻ ഇറ്റ് ഹീറ്റഡ്. എയറും ചൂടാകുമ്പോൾ എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നു. ദ എക്സ്പാൻഡഡ് എയർ ഈസ് ലെസ് ഡെൻസ്. ഇങ്ങനെ ഉയർന്നു പൊന്തുന്ന എയർ ഡെൻസ്, അത് ലെസ് ഡെൻസ് ആണ്. അതിന് ഡെൻസിറ്റി കുറയും, വെയിറ്റ് കുറയും. ആൻഡ് ഇറ്റ് അസെൻസ്, ഇറ്റ് റൈസിങ് അപ്പ്. അതെന്ത് ചെയ്യുന്നു? ദാ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു പൊന്തുന്നു. അങ്ങനെ ഉയർന്നു പൊന്തുന്ന സ്ഥലങ്ങളിൽ ദിസ് ലീഡ്സ് ദ ലോവറിങ് ഓഫ് അറ്റ്മോസ്ഫിയർ പ്രഷർ. ആ സ്ഥലത്ത് എന്ത് കുറയുന്നു? അവിടെയുള്ള എയർ മുഴുവൻ മുകളിലേക്ക് ഉയർന്നു പൊന്തു പോയി. അപ്പോൾ ആ പ്രദേശത്ത് എന്തില്ല? എയറിൻ്റെ വോള്യം കുറയും. ദാറ്റ് ലീഡ്സ് ദ ലോവറിങ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ദ അസെൻഡിങ് എയർ, ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്ന വായു, സ്പ്രെഡ്സ് ടു ദ സൈഡ്. കുറച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്പ്രെഡ് ടു ദ സൈഡ്സ്. ഇരുവശങ്ങളിലേക്കും അത് മാറിപ്പോകും. ആദ്യം അത് ഉയർന്നു പൊന്തും, കുറച്ച് കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിൻ്റെ കുറച്ച് ദൂരത്തിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് സ്പ്രെഡ് സൈഡ്സ്. അത് മുകളിലേക്ക് പോകുന്തോറും അവിടെ സ്വാഭാവികമായിട്ടും സ്റ്റാർട്ടഡ് കൂളിംഗ്, അത് കൂള് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കൂള് ചെയ്യപ്പെടുമ്പോൾ ഇറ്റ് ബിക്കം ഡെൻസ്. അത് കുറച്ചുകൂടി വെയിറ്റ് വരും, ഡെൻസ് ഡൗൺ, ഡെൻസിറ്റി കൂടും. ദെൻ ഇറ്റ് ഡിസെൻസ്. അതെന്ത് ചെയ്യുന്നു? നോക്കുക, ഡിസെൻഡ് ചെയ്യപ്പെടുകയാണ്, അടിയിലേക്ക് ഇറങ്ങുകയാണ്. ഡിസെൻഡിങ് എയർ. ആ ഡിസെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് സ്വാഭാവികമായും ദ വോള്യൂം ഓഫ് ദ എയർ വിൽ ബി ഹൈ. സോ ദാറ്റ് ഏരിയ ലീഡ്സ് ടു ദ ഹൈ പ്രഷർ ബെൽറ്റ്. അതെന്തിലേക്ക് എത്തുന്നു? ഒരു ഹൈ പ്രഷർ ബെൽറ്റിലേക്ക് എത്തുന്നു. സോ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിക്രീസസ് ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഇവിടെയും ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇവിടെയും ലൈക്ക് വൈസ് ദ ഓൾട്ടിറ്റ്യൂഡ്, അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിക്രീസസ് ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. തിരിച്ചും, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്, atmospheric pressure decreases. When temperature decreases, atmospheric pressure increases. അതിൻ്റെ ഒരു എക്സാമ്പിൾ പുസ്തകത്തിൽ 2 ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഡേയുടെയും നൈറ്റിൻ്റെയും ഒരു പിക്ചർ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വെള്ള കള്ളി കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഏത് പ്രഷർ ആണ് ഉണ്ടാവുക എന്ന് എഴുതണം. ഇപ്പോൾ ഒന്ന് ഡേ ടൈമാണ്. വാട്ട് ഹാപ്പൻസ് ഡേ ടൈം?
ഒന്നൊരു ഡേ ടൈമാണ് കാണിക്കുന്നത്. ഡേ ടൈമിൽ എന്താ ഉണ്ടാവുക? ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ. സോ നാച്ചുറലി എയർ എക്സ്പാൻഡഡ് ആൻഡ് റൈസിങ് അപ്പ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അസെൻഡിങ്. അപ്പോൾ അസെൻഡ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇറ്റ് ലീഡ്സ് ടു ദ ലോവറിങ് ഓഫ് ദ ഹൈ പ്രഷർ. സോ അറ്റ് ദ ഡേ ടൈം എക്സ്പീരിയൻസിങ് ലോ പ്രഷർ. ഇതിൻ്റെ നേരെ വിപരീതമാണ് എന്തുണ്ടാവുക? രാത്രിയിൽ ഉണ്ടാവുക. രാത്രിയിൽ സോളാർ റേഡിയേഷൻ ഉണ്ടാവില്ല, ചൂടുണ്ടാവില്ല ഡേ അപേക്ഷിച്ചിട്ട്. അപ്പോൾ നേരത്തെ മുകളിലേക്ക് ഉയർന്നു പോകുന്നത് വായു മുഴുവനും അറ്റ് ദ നൈറ്റ് ടൈം ഇറ്റ് ഈസ് ഡിസെൻഡിങ്. അത് അടിയിലേക്ക് ഇറങ്ങി വരുന്നു. ആ അടിയിൽ ഇറങ്ങുന്ന ഭാഗത്ത് സ്വാഭാവികമായും ഇറ്റ് വിൽ ലീഡ്സ് ദ ഹൈ പ്രഷർ. അപ്പോൾ പുസ്തകത്തിൽ 2 കള്ളി കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഡേ ടൈം ഇറ്റ് ലീഡ്സ് ദ ലോവറിങ് ഓഫ് ദ പ്രഷർ, നൈറ്റ് ടൈം ഇറ്റ് ലീഡ്സ് ടു ദ ഇൻക്രീസിങ് ഓഫ് ദ പ്രഷർ. അത് പുസ്തകത്തിൽ 2 അടയാളപ്പെടുത്തിയേക്കണം. ആ 2 പിക്ചറും കമ്പയർ ചെയ്ത് ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻസ് ഓഫ്